കുറുപ്പേ, കേസിൽ നൂരെങ്കിലും ഒരു പീറ പെണ്ണ് കാരണം എനിക്ക് പൊടിഞ്ഞത് 18 ലക്ഷമാ. ഈ പത്രക്കാരി പറയുന്ന പോലെ അത്ര വെടിപ്പായിട്ട് എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഇതിപ്പോ തീണ്ടി തിന്നുകയും ചെയ്തു, വയലോട്ടും നടന്നതുമില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. തനിക്കറിയോ, ഞാനിപ്പോ കോട്ടയം കട്ടപ്പന റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക. എന്നെ വൈദ്യപരിശോധന നടത്തി അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന് സർട്ടിഫൈ ചെയ്ത ഡോക്ടർ കണാണ്ടനല്ലേ ആ കുര്യൻ ചോർന്ന്, അവന്റെ അണ്ണാക്കിലേക്ക് ഒരു 3 ലക്ഷം കൂടെ തിരികാനുള്ള പോക്കായി പോകും. അതേടോ, അവന്റെ വീട് കോട്ടയത്ത് തന്നെയാ. പക്ഷേ ഇപ്പൊ അവനവിടെ ഇല്ലെന്ന്. കട്ടപ്പന എങ്ങാണ്ട് വേലക്കാട്ടി വെടിവെക്കാൻ പോയിരിക്കാന്ന്. ഹണ്ടിങ്. ഇതോടെ അവന്റെ കോട്ട തീരും. ഇതോരം കുറുപ്പേ, ഞാൻ തന്നെ പിന്നെ വിളിച്ചോളാം. തനിപ്പ് വെച്ചോ. ഏതവനാണ് ഈ പുറകെ കിടന്ന് മുതുപ്രാക്ക് പ്രാകുന്നത്? അവനല്ല, ഏതോ ഒരവളാ. അവളോ? നിനക്ക് ഇങ്ങനെ മനസ്സിലായടാ? ഇത് കണ്ടില്ലേ? എവിടെ എവിടെ? എടാ സന്തോഷേ, കൈ കണ്ടിട്ട് അധികം പ്രായം തോന്നില്ലോടാ. എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു. ഏറിയാൽ ഒരു 25. നീ കാര്യം ചെയ്യും, അവക്ക് ഇത്തിരി സൈഡ് പോകും. അയ്യോ മുതലാളി, സൈഡ് കൊടുത്ത അവള് കേറി അങ്ങ് പോകും. എടാ മണ്ട, അങ്ങനെ കേറി പോവാൻ മാത്രം ഇടമൊന്നും നീ കൊടുക്കട്ടാ. അവള് കേറി വന്ന് ഇവിടെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിക്കണം. ആദ്യം ഞാൻ ആളെ ഒന്ന് കാണട്ടാ, എന്നിട്ട് തീരുമാനിക്കാം കേറ്റി വിടണോ അതോ മുട്ടി ഉരുമ്പി കൂടെ പോണോ. അങ്ങനെ ഇപ്പൊ മനസ്സിലായി. എടാ അടുപ്പിക്കടാ. എടാ പതുക്കെ. നീ കൂട്ടി നോക്കണം കേട്ടോ. ഇവളാള് കൊള്ളാവല്ലോ സന്തോഷേ. നമ്മൾ ഇവിടെ ചിന്തിച്ചത് അവൾ അവിടെ അറിഞ്ഞു. അത് പിന്നെ ഭാഗ്യമുള്ളവരെ തേടി വെക്കണ്ടെന്ന് പറയുന്ന പോലല്ലേ മുതലാളിക്ക് ഈ കാര്യത്തിലുള്ള രാശി. വരുന്നോ? ഞാൻ അങ്ങോട്ട് വരണോ? Excuse me.
ഈ ഓർണമെന്റ്സ് അവരുടെ മകളുടേതാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തന്റെ നാള് രേവതിയാണെന്നറിഞ്ഞ് തനിക്ക് 34 വയസ്സുവരെ ശുക്രദശയാണെന്ന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്ന് അതിനെന്താ താൻ മറുപടി പറഞ്ഞത്? ശുക്രൻ ഇത്ര മോശമാണെങ്കിൽ ശനിയിൽ എന്റെ ഗതി എന്താവും സാറേ എന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് തന്റെ സസ്പെൻഷൻ ഓർഡർ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ താനാ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. പക്ഷേ രേവതി നക്ഷത്രക്കാരന്റെ ശുക്രദശയുടെ പവർ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇന്നലെ വൈകിട്ട് ഈ കവർ എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നലെ ഡൽഹിയിൽ കൂടിയ ഒരു മീറ്റിംഗിൽ വെച്ച് സെൻട്രൽ മിനിസ്റ്റർ നമ്മുടെ മിനിസ്റ്ററോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. 2 ദിവസം മുമ്പ് ഏലപ്പാറയ്ക്ക് അടുത്ത് വെച്ചുണ്ടായ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ വ്യവസായ പ്രമുഖനും പൊതുപ്രവർത്തകനുമായ ബാലഗംഗാധരൻ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് അറിയാവുന്നതൊക്കെ നമ്മുടെ മൂപ്പലാം പൊടുപ്പും തോങ്ങലും വെച്ച് തട്ടിവിട്ടെങ്കിലും ഡൽഹിയിലെ സാറിന് അതൊട്ടും തൃപ്തിയായില്ല. ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ പുള്ളി ഇപ്പോ ഒരു നിർദ്ദേശം വെച്ചിരിക്കുക. ഇനി അങ്ങോട്ടുള്ള അന്വേഷണം താൻ നടത്തിയാൽ മതിയെന്നാ അങ്ങേര് പറയുന്നത്. ഞാനോ? സാർ എന്തോ പറയുന്നത്? അതിന് അങ്ങേർക്ക് എന്നെ എങ്ങനെ അറിയാം? അതാണല്ലോ ഇതിലെ സസ്പെൻസ്. കൊല്ലപ്പെട്ട ബാലഗംഗാധരന്റെ അനന്തരവൻ ചെക്കൻ ഒരുത്തൻ സെൻട്രൽ ഹോം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ വിശ്വസ്തനത്രേ. തന്നെയൊക്കെ പോലെ ഒരു യങ് ബ്ലഡ്. അയാളാ ഈ കേസ് തന്നെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സെൻട്രൽ മിനിസ്റ്ററെ കൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയിപ്പിച്ചത്. ആ ഓർഡറാ ഈ കവറിൽ. എന്താ തനിക്കൊരു താല്പര്യമില്ലാത്ത പോലെ? കുറച്ചു മുമ്പ് വ്യവസായ പ്രമുഖനെന്നും സാമൂഹിക പ്രവർത്തകനെന്നും ഒക്കെ സാറ് വിശേഷിപ്പിച്ച ഈ ബാലഗംഗാധരന് സാറ് പറയാൻ വിട്ടുപോയ മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. ഹി വാസ് എ ക്രോണിക് വുമണൈസർ. അടുത്ത കാലത്തായി നടന്ന ഏതാണ്ട് 4ഓളം സ്ത്രീപീഡന കേസുകളിലെ പ്രതിയായിരുന്നു അയാൾ. That I know. So what? ഈ ഒരു സ്വഭാവം കൊണ്ടും പിന്നെ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും അയാൾ കാട്ടിയിട്ടുള്ള നെറുകേടുകൾ കൊണ്ടും സമൂഹത്തിലെ പല ഉന്നതരും അയാളുടെ ശത്രുക്കളായിരുന്നു. മാത്രമല്ല, യൂസഫിനെ പോലെ ഒരു മൂന്നാംകിട പിമ്പിനെ പൂട്ടാൻ പോലും കെൽപ്പില്ലാത്ത ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് ഞാൻ ആ വമ്പന്മാർ അടുത്തേക്ക് ചെന്നാൽ എന്താവും സാർ എന്റെ ഗതി? അതിന് ഈ ബാലഗംഗാധരന്റെ വധത്തിന് പിന്നിൽ താൻ പറയുന്ന പോലെ ഏതെങ്കിലും വമ്പന്മാരുണ്ടെന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല. മീഡിയാസിലൂടെ താനും അറിഞ്ഞിരിക്കുമല്ലോ. ദക്ഷാദാസ് എന്ന 23-കാരി എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റാണ് ആ കൊലപാതകം നടത്തിയിരിക്കുന്നത്. സ്ഫോടനത്തിൽ അവളും കൊല്ലപ്പെട്ടിരുന്നു. ബാലഗംഗാധരന്റെ ഡ്രൈവർ സന്തോഷിന്റെ മരണമൊഴിയിൽ നിന്നും കൃത്യമായ പ്ലാനിങ്ങോടെ ദക്ഷ കരുതിക്കൂട്ടി ചെയ്തതാണിതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷെ ഈ ദക്ഷയും ബാലഗംഗാധരനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻപരിചയമോ പൂർവ്വവൈരാഗ്യമോ ഉള്ളതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പോയിന്റിലാണ് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ ഈ ശ്രീറാം, താൻ ഇതുവരെ ഇടപെട്ട കേസുകൾ പോലെ ഇത് വെറും ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആവില്ല. ഐ എം ഷുവർ ദിസ് വിൽ ബി എ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫോർ യു. ബാലഗംഗാധരന്റെ ഡ്രൈവർ സന്തോഷിന്റെ മരണമൊഴിയുടെ വീഡിയോ ടേപ്പ് ഉൾപ്പെടെ ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. മുണ്ടക്കയം തൊട്ടേ ആ പെണ്ണ് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഏലപ്പാറയ്ക്കടുത്ത് എത്താറായപ്പോ മുതലാളി പറഞ്ഞിട്ട് ഞാൻ സൈഡ് കൊടുത്തു. മുന്നിൽ കയറിപ്പോകാൻ അവൾക്ക് കയറ്റിവിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. 2 കാറുകൾ ഒരുപോലെ ആയപ്പോ അവള് മുതലാളിക്ക് നേരെ കൈവീശി കയ്യിലിരുന്ന് റിമോട്ട് കൺട്രോളിൽ അമർത്തി. പിന്നെ ഒരു പൊട്ടിത്തെറി. അതാണ് എന്റെ ഓർമ്മ. എന്ത് തോന്നുന്നു കണ്ടിട്ട്? എനിക്കെന്ത് തോന്നാൻ? ഈ അവസ്ഥയിൽ അധികം കിടന്ന് നരയിക്കാതെ ആള് പോയല്ലോ, അത് തന്നെ വലിയ കാര്യം. അതല്ലടാ, ഇതിൽ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ബാലഗംഗാധരിൽ നിന്നോ അതോ ദക്ഷയിൽ നിന്നോ? നേര് പറഞ്ഞ അക്കാര്യത്തിൽ ഞാനൊരല്പം കൺഫ്യൂസ്ഡാണ്. അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതുപോലെ എന്തെങ്കിലും പുതിയ പുകിലുമായിട്ടായിരിക്കും വിളിക്കുന്നതെന്ന്. എനിക്ക് പണി തന്ന് നിനക്ക് മതിയായില്ലേ ശ്രീ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലടാ, നീ പിന്നിലുണ്ടെങ്കിൽ എനിക്കതൊരു വലിയ കോൺഫിഡൻസാ.
പക്ഷേ എനിക്കത് അങ്ങനല്ല. ആ യൂസഫിന്റെ കേസോട് ഞാൻ പറഞ്ഞതാ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. മഴക്കാലത്ത് അലക്കുകാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറായിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ. അതുപോലെ ആർക്കും ഉപദ്രവമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി ഞാൻ എന്റെ കാലം കഴിച്ചോളാം. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. വേണ്ടടാ, ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട. കൃത്യമായ പ്ലാനോട് കൂടി തന്നെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ബാലഗംഗാധരന് പൊളിറ്റിക്സിലും ബിസിനസ്സിലുമുള്ള സകലമാന ശത്രുക്കളുടെയും ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. നീ നോക്കിക്കോ, പൊക്കും ഞാൻ എല്ലാത്തിനും, അതിന് എത്ര വലിയ VIP ആണെങ്കിലും. എന്നാ നീ വിവരം അറിയും. എന്റെ ശ്രീ, നീ എടുത്തുചാട്ടം നിർത്തിയിട്ട് കാര്യങ്ങളൊന്ന് വിവേചിച്ചറിയും, എന്നിട്ട് തുടങ്ങുന്നത് ഇൻവെസ്റ്റിഗേഷൻ. 100 അധ്യായങ്ങളുള്ള ഒരു നോവലാണ് ബാലഗംഗാധരനെങ്കിൽ 2-3 പേജ് മാത്രം വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ആ പെണ്ണ് ദക്ഷ. രണ്ടിൽ ഏത് വായിച്ചാലും നമുക്കറിയേണ്ടത് ഒരേ കാര്യം. അപ്പൊ പിന്നെ ദക്ഷ എന്ന ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും തുടങ്ങുന്നതാണ് നല്ലത്, അല്ലേ? അതെ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ തുടങ്ങിയിരിക്കുന്നത് കറക്റ്റ് റൂട്ടിൽ തന്നെയാണ്. അത് നീ പോലും അറിയാതെ നിന്നെ കൊണ്ട് പറയിപ്പിച്ച എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടാ? ഇതിനൊന്നും ചവിട്ടേണ്ടത് നിന്നെയല്ല, നിനക്ക് IPS തന്നവന്മാരെയാ. പോടാ. പോവാണോ? പിണങ്ങല്ലേ?